മാനിയക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു ടോപ്പിക് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് വാഹനത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തിക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാ വ്യക്തികൾക്കും പരമാവധി ഉപകാരപ്പെടും എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പുതിയൊരു വാഹനം വാങ്ങുകയാണ്. അപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങുന്ന സമയം നമ്മൾ ഉറപ്പായും ഒരു കാറ്റഗറി, ഉദാഹരണത്തിന് കോമ്പാക്ട് SUV അല്ലെങ്കിൽ കോമ്പാക്ട് സെഡാൻ അല്ലെങ്കിൽ മിഡ് സൈസ് SUV, ഇതിലേത് സെഗ്മെന്റ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ തീരുമാനിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിത് തീരുമാനിച്ചതിന് ശേഷം മിക്ക ആൾക്കാരും ഈ ഒരു സെഗ്മെന്റിലുള്ള ഒട്ടുമിക്ക വാഹനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതിന് മുമ്പായി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരേപോലത്തെ രണ്ട് വണ്ടികൾ നമ്മുടെ ആ ഒരു കമ്പാരിസണിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്ന് നിൽക്കുമ്പോൾ പല വ്യക്തികളും ഒരു സർട്ടൺ പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആകുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടിൽ ഏതെടുക്കണം എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ എന്നോട് തന്നെ പല വ്യക്തികളും ഇപ്പോൾ കോമ്പാക്ട് SUVയിലാണെങ്കിൽ മാരുതി വിറ്റാര ബ്രീസ് എടുക്കണോ അല്ലെങ്കിൽ ഹിണ്ടായി വെന്യൂ എടുക്കണോ അല്ലെങ്കിൽ ഇനി ഫോർഡ് എക്കോസ്പോർട്ട് എടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചില ഫാക്ടറികളുടെ ആ ഒരു പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ വാഹനം എടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വാഹനം എടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ സ്വന്തം ഒരു ആശയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വന്തം തീരുമാനത്തിലൊന്നും തന്നെയല്ല. ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഇന്നുവരെ ആരും ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ തികച്ചും പുതിയതായ ഒരു കാര്യം ഒന്നും തന്നെയല്ല. ഇപ്പോൾ ഉറപ്പായും നമ്മൾ ഏത് വാഹനം വാങ്ങണം എന്ന് മുമ്പായി അല്ലെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ 4 അല്ലെങ്കിൽ 5 വാഹനങ്ങളുമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുൻപൊരു വാഹനം വാങ്ങിച്ചപ്പോഴും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫൈനലൈസിങ്ങിന് മുമ്പുള്ള 4 അല്ലെങ്കിൽ 5 വാഹനങ്ങൾ ഒരു എക്സൽ ഷീറ്റിൽ അത് 4 വെവ്വേറെ കോളങ്ങളിലായി ആഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ പല പല ആ ഒരു ആസ്പെക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വന്തമായി തീരുമാനിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ അതിന് സ്കോർ കൊടുത്ത് ആ ഒരു സ്കോറിംഗ് മെത്തേഡിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വാഹനം ഏതാണോ അതിനെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ആ വാഹനം വാങ്ങും എന്നുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു വേണ്ടി റീസെൻ്റ്ലി ഒരു കോമ്പാക്ട് SUVകളുടെ സെഗ്മെൻറ്റിൽ, അതായത് ഈ 2020 ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലുള്ള കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു എക്സൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു യൂസബിലിറ്റി പ്രദാനം ചെയ്ത് ഞാൻ ആ ഒരു എക്സൽ ഷീറ്റ് കൂടി ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യാം എന്ന് കരുതുകയാണ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു വൈറ്റ് ബോർഡിൽ ഇത് എഴുതി കാണിക്കാം എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു വായിക്കുമ്പോൾ റീഡബിലിറ്റിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അത് ഞാനൊരു എക്സൽ ഷീറ്റിൽ ചെയ്ത് ഈ വീഡിയോയിൽ തന്നെ പ്രസിദ്ധീകരിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വളരെ ഈസിയായി എടുക്കാം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഗൂഗിൾ ഡോക്സിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റിൽ യൂസ് ചെയ്യുന്ന ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ വാഹന വിപണി എന്ന് പറയുന്നത് സേഫ്റ്റിയിലുപരി അല്ലെങ്കിൽ സേഫ്റ്റിയേക്കാൾ കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റിനും അതുപോലെ റീസെയിൽ വാല്യൂക്കും പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അത് തെറ്റായൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ പല വ്യക്തികളുടെയും ആ ഒരു ഫിനാൻഷ്യൽ ബേസിസിൽ തന്നെയാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെ ആസ്പെക്റ്റുകൾ ഉൾപ്പെടുത്തണം എന്നാണ്. ഞാൻ മെയിനായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉറപ്പായും മൈലേജ് തന്നെയായിരിക്കും, അതിനുശേഷം റീസെയിൽ വാല്യൂവും മെയിൻ്റനൻസ് കോസ്റ്റും പിന്നെ വാഹനത്തിൻ്റെ സ്പീഡും ഡ്രൈവബിലിറ്റിയും ആക്സിലറേഷനും പിന്നെ ലുക്സിന് ഞാൻ വളരെ പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒരു വാഹനത്തിൻ്റെ ലുക്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലുക്സിനും ഒരു സ്കോറിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റിയർ സീറ്റ് കംഫർട്ട്,
അതുപോലെ അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ്, പിന്നെ മൊത്തത്തിലുള്ള ഒരു റൈഡിങ് ക്വാളിറ്റി, പിന്നെ അതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് എല്ലാം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വാഹനങ്ങളിലെല്ലാം ഇപ്പോൾ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോണ്ട അമേസിലുള്ള ഒട്ടുമിക്ക ഫീച്ചറുകളും മാരുതി ഡിസയറിലുമുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് വാഹനങ്ങളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഹ്യുണ്ടായി ഓറയിലുമുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ വലിയ താരതമ്യം ഒന്നും തന്നെ നടത്താൻ സാധിക്കില്ല. ഇനിയിപ്പോൾ അടുത്തത് എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹ്യുണ്ടായി വെന്യൂനും അതുപോലെ മാരുതി വിറ്റാര ബ്രീസയിലും. ഇപ്പോൾ ബ്രീസയിൽ ഒരു പെട്രോൾ യൂണിറ്റ്, അതായത് ഇപ്പോൾ ബ്രസീൽ വരുന്ന ഒരു പെട്രോൾ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1.5 ലിറ്റർ കെ സീരീസ് എൻജിനാണ്. എന്നാൽ വെന്യൂവിൻ്റെ ഒരു ടർബോ എൻജിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ഒരു 3 സിലിണ്ടർ പെട്രോൾ എൻജിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻജിൻ സ്പെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി ബ്രീസയേക്കാൾ കുറവ് വെന്യൂവിനാണ് എങ്കിൽ പോലും പവറിൻ്റെ കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രീസയേക്കാൾ ഏകദേശം 15 PS പവർ കൂടുതൽ വെന്യൂവിനാണ്. അപ്പോൾ പവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ എൻജിൻ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ പവർ കൂടുതലുള്ള ആ ഒരു വാഹനം ഏതാണ് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇപ്പോൾ ഡ്രൈവബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാരുതി വാഹനങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാഗണർ, അതുപോലെ സെലറിയോ, ആൾട്ടോ കേട്ടൺ, ഈ വാഹനങ്ങളെല്ലാം ഒരേ ആ ഒരു എൻജിൻ, അതേ ആ ഒരു 1 ലിറ്റർ കെ സീരീസ് കേട്ടൺ എൻജിൻ തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഡ്രൈവബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വാഹനങ്ങളെ എല്ലാവരും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെയിറ്റും ഡ്രൈവബിലിറ്റിയും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പല പല കുപ്പികളിലുള്ള ആ ഒരു വീഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഈ വാഹനങ്ങളെല്ലാം എൻജിൻ സെയിം ആണ് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഡ്രൈവബിലിറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞു തന്നെ ഇനി ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷീറ്റ് നോക്കുമ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും ഇതൊന്ന് വായിച്ച് പരിശോധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക. പ്രസിദ്ധീകരിച്ച ആ ഒരു എക്സൽ ഷീറ്റ് എല്ലാ വ്യക്തികളും ഈ ഒരു വീഡിയോയുടെ ആ ഒരു ടൈമിലൂടെ മാക്സിമം പരിശോധിച്ചു. അതുപോലെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ ആക്സസിബിൾ ആയ നിലയ്ക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഗൂഗിൾ ഡോക്സിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടുതൽ എല്ലാ വ്യക്തികൾക്കും ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് അതൊന്ന് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതിനോടൊപ്പം ലൈക്കും ചെയ്യുക. അതിനോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ഇനിയും നിങ്ങളുടെ ആ ഒരു വിരൽത്തുമ്പുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.